നമ്മുടെ വീഡിയോ റെസിൻ ആർട്ടിനെ സംബന്ധിച്ചതാണ്. മിക്ക ആളുകൾക്കും പരിചിതമായ ഒരു ടേമായിരിക്കും റെസിൻ എന്നുള്ളത്, അല്ലേ? മിക്കവരും ചെയ്യുന്നതാണ്. പലരുടെയും ഹോബിയായി അല്ലെങ്കിൽ സ്കൂൾ പ്രൊജക്റ്റുകളുടെ ഭാഗമായി റെസിൻ ആർട്ട് എന്ന് വ്യാപകമായി ചെയ്തു വരുന്നു. ഈ കാണുന്ന കീ ചെയിനുകൾ റെസിൻ ആർട്ടാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന കോസ്റ്റർ വർക്ക് ഇതും ഒരു റെസിൻ ആർട്ടാണ്. ഇവ മാത്രമല്ല, ഇവയിലുപരി വലിയൊരു ഔട്ട്കം ലഭിക്കുന്ന വലിയൊരു ലാർജ് സ്കെയിലിലുള്ള പ്രൊജക്റ്റുകൾ ചെയ്യുന്ന ഒരു ആർട്ട് ഫോമാണ് റെസിൻ ആർട്ട്. നല്ലൊരു ഔട്ട്പുട്ട് ലഭിക്കുന്നു എന്നുള്ളതും റെസിൻ ആർട്ടിന്റെ മേന്മ തന്നെയാണ്. സാമ്പത്തികപരമായും റെസിൻ ആർട്ടിന് മെച്ചമുണ്ട്. ഇക്കാരണങ്ങളാൽ തന്നെ റെസിൻ ആർട്ട് വ്യാപകമായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. ഓർണമെന്റ് മേക്കിംഗ്, ക്ലോക്ക് മേക്കിംഗ്, ഡൈനിങ് ടേബിൾ ടോപ്പ് മേക്കിംഗ് എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് വസ്തുക്കൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി റെസിൻ എന്ന പദാർത്ഥം ഇന്ന് ഉപയോഗിക്കുന്നു. എന്താണ് റെസിൻ എന്ന് പറയുന്ന പദാർത്ഥം? ഇതുകൊണ്ടുണ്ടാവുന്ന ചില ഹെൽത്ത് പ്രോബ്ലങ്ങൾ എന്തൊക്കെയാണ്? ഇക്കാരണങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. വീഡിയോ പൂർണ്ണമായും കാണുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഡോക്ടർ ഷെമി. വീഡിയോ ആദ്യമായി കാണുന്നവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. റെസിൻ ആർട്ട് ഒരു ഫ്ലൂയിഡ് ആർട്ട് ഫോമാണ്. എപ്പോക്സി റെസിൻ എന്നറിയപ്പെടുന്ന പദാർത്ഥമാണ് ഇതിന് വ്യാപകമായി യൂസ് ചെയ്യുന്നത്. ഒരുപാട് ആർട്ടിസ്റ്റിക് സാധ്യതകൾ ഉണ്ടെങ്കിലും റെസിൻ ആർട്ടിന്റെ ഹെൽത്ത് പരമായ അപകട സാധ്യതകളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് ടോക്സിക് ആണോ എന്ന് ചോദിച്ചാൽ ഹസാഡസ് ആയിട്ടുള്ള ഒരു ടോക്സിക് പദാർത്ഥമല്ല എപ്പോക്സി റെസിൻ എങ്കിലും ഇത് ഡയറക്റ്റ് കോണ്ടാക്ട് സ്കിന്നുമായി വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് റെസ്പിറേറ്ററി ട്രാക്കുമായി വരുമ്പോൾ ഇത് നമുക്ക് സാരമായ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു. സ്കിന്നുമായുള്ള കോണ്ടാക്റ്റിലൂടെ ഡെർമറ്റൈറ്റിസ്, സ്കിൻ അലർജികൾ പോലെയുള്ള കണ്ടീഷനുകൾ ആളുകളിൽ പ്രത്യക്ഷപ്പെടുന്നതായി കാണുന്നു. കൂടാതെ തുടർച്ചയായുള്ള റെസിന്റെ ഉപയോഗം ശ്വാസകോശത്തെ തകരാറിലാക്കുന്നു. ഇതിന്റെ വായു കണങ്ങൾ അപകടകാരികളാണ്. ഇക്കാരണങ്ങളാൽ റെസിൻ ആർട്ടുകൾ ഉപയോഗിക്കുമ്പോൾ ചില സേഫ്റ്റി പ്രിക്കോഷൻസ് നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്. അതിൽ ഒന്നാമത്തതാണ് ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി നമ്മൾ ഇതിൻ്റെ ഹാർഡനറും 2 കമ്പോണൻ്റ് ആയിട്ടായിരിക്കും റെസിൻ ആർട്ടിൻ്റെ മെറ്റീരിയൽ കിട്ടുക. പാർട്ട് 1, പാർട്ട് 2. ഈ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഈ ഫ്ലൂയിഡുകൾ മിക്സ് ചെയ്യുമ്പോൾ അപ്പോഴാണ് ഇതിന് അപകടകാരികളായ ടോക്സിക് ആയിട്ടുള്ള വേപ്പേഴ്സ് ഉണ്ടാക്കപ്പെടുന്നത്. ഈ കണങ്ങൾ നമ്മുടെ ശ്വാസകോശത്തിൽ എത്തിപ്പെടാതിരിക്കാൻ മാസ്കുകൾ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. മിക്കവരും മാസ്കുകളായിരിക്കും ഉപയോഗിക്കുക. പക്ഷെ മാസ്കുകളല്ല, റെസ്പിറേറ്റർ എന്നറിയപ്പെടുന്ന ഇത്തരത്തിലുള്ള ഉപകരണം, ഈ കാണുന്ന എക്യുപ്മെൻ്റ് ആണ് റെസ്പിറേറ്റേഴ്സ്. സോ ഈ കാണുന്ന റെസ്പിറേറ്റേഴ്സ് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. നിങ്ങൾ മാസ്കുകൾ ഉപയോഗിച്ചാലും അതിൻ്റെ പോഴ്സിലൂടെ ചെറിയ ചെറിയ സുഷിരങ്ങളിലൂടെ നിങ്ങളുടെ ശ്വാസകോശത്തിലോട്ട് ഇതിൻ്റെ വിഷകരമായ കണങ്ങൾ എത്തിച്ചേരുന്നതാണ്. ഇത് നിങ്ങളുടെ ലങ്സിന് കാര്യമായ കേടുപാടുകൾ ഉണ്ടാക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. സോ റെസിൻ ആർട്ട് വർക്കുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ റെസ്പിറേറ്റേഴ്സ് ആദ്യമായി തന്നെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ റെസിൻ ആർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പ്രൊട്ടക്റ്റീവ് വെയർ ആണ് ഐവെയർസ് ഉപയോഗിക്കുക. ഗോഗിൾസ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ഐവെയർസ് ഉപയോഗിക്കുക എന്നുള്ളത്. കാരണം ഇതിൻ്റെ കണങ്ങൾ കോർണിയയ്ക്കും കംപ്ലൈൻറ്റുകൾ ഉണ്ടാക്കുമെന്ന് പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അടുത്ത ഏത് പ്രൊട്ടക്റ്റീവ് ഉപയോഗിക്കും എന്നുള്ളതിന് ഉത്തരം ഗ്ലൗസുകളാണ്. സോ നിങ്ങളുടെ കൈ ഡയറക്റ്റ് കോണ്ടാക്ട് ആ ലിക്വിഡുമായി വരാതിരിക്കാൻ ഗ്ലൗസുകൾ യൂസ് ചെയ്യുക. ഈ കാണുന്ന ഗ്ലൗസുകളേക്കാൾ നല്ലത് നീല കളറിൽ നിങ്ങൾക്ക് ലഭ്യമാവുന്ന ഗ്ലൗസുകൾ അല്ലെങ്കിൽ സർജിക്കൽ ഗ്ലൗസുകളൊക്കെയാണ് കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ടുള്ളത്. ഇതിനേക്കാളും ക്വാളിറ്റി ഉള്ളത് ആ ഗ്ലൗസുകളായിരിക്കും. സോ ഇത്തരത്തിൽ ഗ്ലൗസുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പ്രൊട്ടക്റ്റീവ് ഐവെയർ ഉപയോഗിക്കുക. അതുപോലെ റെസ്പിറേറ്റേഴ്സ്, അതാണ് ഏറ്റവും മെയിൻ, റെസ്പിറേറ്റേഴ്സ് ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് മാത്രം നിങ്ങൾ റെസിൻ ആർട്ടുകൾ ചെയ്യുക. പിന്നെ ഒരു ലാർജ് സ്കെയിലിൽ ചെയ്യുന്നവരാണ്, ഇപ്പോൾ ടേബിൾ വർക്കുകളോ അല്ലെങ്കിൽ ക്ലോക്ക് വർക്കുകളോ ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രൊട്ടക്റ്റീവ് ഏപ്രൺ കൂടി നിങ്ങളുടെ ഡ്രസ്സിന് മുകളിലായിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ഏപ്രൺ കൂടി ഇടുക, ഇതിൻ്റെ കണങ്ങൾ ഡ്രസ്സിൽ പറ്റാതിരിക്കാൻ. സോ ഇങ്ങനെയുള്ള മെഷേഴ്സ് ഉപയോഗിച്ച് മാത്രമേ നിങ്ങൾ റെസിൻ ആർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ സാരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകും. അത് വളരെയധികം ദൂഷ്യഫലങ്ങൾ ഉള്ളതാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ സ്കൂൾ വർക്കുകൾ കുട്ടികൾ ചെയ്യുമ്പോഴും മാതാപിതാക്കൾ ഇതിനെപ്പറ്റി അവെയർ ആയിരിക്കുക. അവർക്ക് ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കുക. അവരുടെ സംരക്ഷണം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ വീഡിയോ റെസിൻ ആർട്ടിനെ സംബന്ധിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. ജസ്റ്റ് അതിൻ്റെ ഒരു അപകട സാധ്യതകൾ പറയുക, പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് പറയുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ.